നമസ്കാരം. ശ്രീരാഗം ആസ്ട്രോളജിയിലേക്ക് ഏവർക്കും സ്വാഗതം. ആയില്യം, കാർത്തിക, മകം, ചിത്തിര, വിശാഖം, തൃക്കേട്ട, ചതയം, അവിട്ടം, മൂലം, ഇങ്ങനെ 9 നക്ഷത്രക്കാർ. ഇവർക്കൊരു പ്രത്യേകതയുണ്ട്. എന്താണെന്നറിയാമോ? നമുക്കറിയാം 27 നക്ഷത്രങ്ങളാണുള്ളത്. അവയെ 3 ഗണങ്ങളായി തിരിച്ചിട്ടുണ്ട്: ദേവഗണം, മനുഷ്യഗണം, അസുരഗണമെന്ന്. ഞാൻ ഈ പറഞ്ഞ 9 നക്ഷത്രക്കാർ അസുരഗണത്തിൽ വരുന്നവരാണ്. ഈ നക്ഷത്രക്കാർക്ക് ചില പ്രത്യേകതകളുണ്ട്. അപ്പോൾ പ്രത്യേകത എന്തെന്നറിയണ്ടേ? നിങ്ങളുടെ വീട്ടിൽ ഈ നക്ഷത്രത്തിൽ വരുന്ന ഒരാളെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ പ്രത്യേകത തീർച്ചയായും അറിഞ്ഞിരിക്കേണ്ടതാണ്. അപ്പോൾ ഇന്നത്തെ അധ്യായത്തിൽ ഈ അസുരഗണ നക്ഷത്രത്തെക്കുറിച്ചാണ് നമ്മൾ വിശദമാക്കാനായി പോകുന്നത്. വീഡിയോയിലേക്ക് കടക്കാം. ഈ 9 അസുരഗണ നക്ഷത്രക്കാരെക്കുറിച്ചും നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതായ ചില രഹസ്യങ്ങളുണ്ട്. അതെന്തൊക്കെയാണെന്നതിലേക്ക് കടക്കാം. ഇവരുടെ വലിയ ഒരു പ്രത്യേകത എന്തെന്ന് ചോദിച്ചാൽ അഭിമാനികളാണ്. ആത്മാഭിമാനത്തിന് കളങ്കം വരുന്നതായ ഒരു കാര്യങ്ങളും ഇവർ ചെയ്യുകയില്ല. എന്തൊക്കെ നിസ്സഹായ അവസ്ഥ ജീവിതത്തിൽ വന്നാൽ പോലും ആരുടെയും മുൻപിൽ പോയി കൈനീട്ടാൻ താല്പര്യപ്പെടാത്തവരാണിവർ. എന്തൊക്കെ ബുദ്ധിമുട്ടുകളാണ് ജീവിതത്തിൽ വരുന്നതെന്ന് പറഞ്ഞാലും, ആരുടെയെങ്കിലും സഹായം വേണമെന്ന് മറ്റുള്ളവർ പറഞ്ഞാൽ പോലും തങ്ങൾക്കായിട്ടൊരു നിലപാടുണ്ട്. അതിനെ വിട്ട് കളിക്കുന്നവരല്ല ഈ അസുരഗണ നക്ഷത്രക്കാർ. അതാണ് ഇവരുടെ ഏറ്റവും വലിയ എടുത്തു പറയേണ്ടതായിട്ടുള്ള ഒരു പ്രത്യേകത. ജീവിതത്തിൽ ഗത്യന്തരമില്ലാത്ത ഒരുപാട് അവസ്ഥകളും അവസരങ്ങളും വന്നിട്ടുണ്ട്. എന്നാൽ പോലും ആരുടെയും മുന്നിൽ, ഇനി അത് ആഹാരത്തിനാകട്ടെ അല്ലെങ്കിൽ ധനത്തിന് വേണ്ടിയാകട്ടെ, ആരുടെയും മുൻപിൽ ചെന്ന് കൈനീട്ടുന്ന കാര്യം ചിന്തിക്കാൻ പോലും പറ്റില്ല ഈ നക്ഷത്രക്കാർക്ക്. അത്രയധികം അഭിമാനികളായിട്ട്, അല്ലെങ്കിൽ അഭിമാനത്തിന് അത്രയും അധികം വളരെ പ്രാധാന്യം കൊടുക്കുന്ന ഒരു സ്വഭാവമാണ് ഈ 9 നക്ഷത്രക്കാർക്കുള്ളത്. ഇനി ഇക്കൂട്ടരുടെ മറ്റൊരു പ്രത്യേകത എന്തെന്ന് ചോദിച്ചാൽ, ആർക്കും ഇവരെ അങ്ങോട്ട് പെട്ടെന്ന് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കില്ല. അതായത് ദേഷ്യക്കാരാണോ, അല്ലെങ്കിൽ ഇവർ തമാശ പറയുന്ന ഒരു പ്രകൃതമാണോ എന്നുള്ളത് ഒരാൾക്ക് എത്ര ചിന്തിച്ചു നോക്കിയാലും ഇവരുടെ പ്രവർത്തികളിൽ നിന്ന് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കത്തില്ല. കാരണം എന്തെന്നാൽ പെട്ടെന്നൊക്കെ ചിരിച്ച് കളിച്ച് സന്തോഷമായി നിൽക്കുന്നത് കാണാം. എന്നാൽ അതേ നിമിഷം തന്നെ സ്വിച്ച് ഇട്ടതുപോലെ ഗൗരവത്തിലേക്ക് എത്തുന്നവരുമാണ്. അതുകൊണ്ട് തന്നെ ഇവരുടെ ഈ ഒരു പ്രകൃതം, അല്ലെങ്കിൽ ഇവരുടെ ഒരു സ്വഭാവം അതായത് ചുറ്റുമുള്ള ആളുകൾക്ക് പെട്ടെന്ന് അടുത്തറിഞ്ഞെടുക്കാൻ, അല്ലെങ്കിൽ എന്താണ് ഇവരുടെ സ്വഭാവമെന്ന് പെട്ടെന്ന് ഇവർ മനസ്സിലാക്കി കൊടുക്കുകയുമില്ല. മറ്റൊരാൾക്കത് മനസ്സിലാക്കി എടുക്കുവാനും സാധ്യമാകുകയില്ല. അങ്ങനെയുള്ളൊരു പ്രത്യേകത ഉള്ളവരെന്ന് തന്നെ ഈ 9 നക്ഷത്രക്കാരെ വിശേഷിപ്പിക്കാവുന്നതാണ്. അപ്പോൾ ഇവരുടെ സ്വഭാവമൊക്കെ മറിയുന്നത് എപ്പോഴാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നില്ല. സിറ്റുവേഷൻ എന്തൊക്കെയാണോ അതിനനുസരിച്ച് തൻ്റെ സ്വഭാവത്തെ മാറ്റിമറിക്കുവാനുള്ള ഒരു പ്രത്യേക കഴിവ് ഉള്ളവരാണ് ഈ കൂട്ടർ. വളരെയധികം ധൈര്യശാലികളാണ്. പുറമേ നിന്ന് നോക്കുമ്പോൾ ധൈര്യം വളരെയധികം ഉണ്ടെങ്കിലും ഉള്ളിൽ ചില സമയങ്ങളിൽ അല്പം ഭയമൊക്കെ ഉണ്ട്. എങ്കിലും അഹങ്കാരി എന്ന് പറയുന്ന ഒരു ടാഗാണ് ഇവർക്ക് മറ്റുള്ളവർ പൊതുവേ തന്നെ ചാർത്തി കൊടുത്തിട്ടുള്ളത്. കാരണം എന്തെന്നാൽ പെട്ടെന്ന് ദേഷ്യപ്പെടുന്നൊരു പ്രകൃതമാണ്, ആർക്കും പിടികൊടുക്കാത്ത ഒരു സ്വഭാവമാണ്. എന്നാൽ ഉപകാരികളാണ്. അതേപോലെ തന്നെ ചില സമയങ്ങളിൽ ഉപദ്രവം ചെയ്യാറുമുണ്ട്. അതുകൊണ്ട് തന്നെ എന്താണ് ഇവരുടെ സ്വഭാവമെന്ന് ആർക്കും അങ്ങോട്ട് പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കത്തില്ല. അപ്പോൾ ചില ആളുകൾക്ക് അതുകൊണ്ട് തന്നെ ഇവനെ ഒരു അസുരൻ എന്ന് വിളിക്കാറുണ്ട്. നിൻ്റെ സ്വഭാവം എന്താടാ ഇങ്ങനെ, അല്ലെങ്കിൽ എന്താണ് ഇങ്ങനെ, ഒരു അസുരന്മാരുടെ സ്വഭാവമാണല്ലോ എന്ന് ചിലർ തമാശയ്ക്ക് പോലും പറയാറുണ്ട്. ഏറെക്കുറെ ശരി തന്നെയാണ്. ഇവരാർക്കും ഒരു പിടികൊടുക്കാതെ വഴുതി പോകുന്ന ഒരു നക്ഷത്രക്കാർ കൂടിയാണ്. അതേപോലെ തന്നെ മറ്റുള്ള ആളുകൾ ചെയ്യുന്ന പല കാര്യങ്ങൾക്കും പഴി കേൾക്കേണ്ടതായി വരുന്ന ഒരവസ്ഥയും ഇവരുടെ ജീവിതത്തിലുണ്ട്. മറ്റുള്ള ആളുകൾ, അത് കുട്ടിക്കാലം മുതൽ തന്നെ മുതിർന്ന ആളുകൾ ചെയ്യുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ നിങ്ങളുടെ സഹോദരങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ കൂട്ടുകാർ ചെയ്യുന്ന കാര്യങ്ങൾ, ഇതൊക്കെയും ഒന്നും അറിയാതിരുന്ന നിങ്ങളുടെ വിടലിക്ക് വന്ന് വീഴുന്ന ഒരവസ്ഥ ഈ നക്ഷത്രക്കാരായ ആളുകൾ അനുഭവിച്ചിട്ടുണ്ടാവും. ഈ വീഡിയോ കേൾക്കുന്നവർക്ക് അത് പെട്ടെന്ന് റിലേറ്റ് ചെയ്യാനും സാധിക്കുന്നതാണ്. മറ്റുള്ളവർ ചെയ്യുന്ന കാര്യങ്ങളുടെ പഴികൾ കേൾക്കേണ്ടതായ അവസ്ഥ ഒരുപാട് വന്നിട്ടുണ്ട്. അതിൻ്റെ ശിക്ഷയൊക്കെ ഭാഗ്യം കൊണ്ടാണ് അനുഭവിക്കേണ്ടി വരാതെയും പോയിട്ടുള്ളത്. അത് അടിയൊക്കെ കിട്ടേണ്ടതായ അവസ്ഥകളിൽ നിന്ന് ഭാഗ്യം കൊണ്ട് രക്ഷപ്പെടേണ്ടിയും വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇവരെ വളരെയധികം ഭാഗ്യമുള്ള ഒരു നക്ഷത്രക്കാർ എന്ന് വേണമെങ്കിലും പറയാവുന്നതാണ്. ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ നേടിയെടുക്കുവാൻ ഇവർക്ക് ഭാഗ്യമുണ്ട്.
ധനഭാഗ്യമുണ്ട്, അതേപോലെ സൗഹൃദങ്ങൾ ഒരുപാടുള്ളവരാണ്. എങ്കിൽ പോലും സുഹൃത്തുക്കൾക്ക് മനസ്സിലാവുകയില്ല ഇവരുടെ സ്വഭാവം എന്താണ്. അതുകൊണ്ട് തന്നെ സുഹൃത്തുക്കൾ ഇവരോട് പെരുമാറുമ്പോൾ എന്താണ് ശരി, എന്താണ് തെറ്റ്, എന്താണ് ഇവരോട് പറയേണ്ടത്, എന്താണ് പറയാൻ പാടില്ലാത്തതെന്നത് അവർക്ക് കൂടി കൺഫ്യൂഷൻ ആകാറുണ്ട്. ഇവിടെ ഈ 9 നക്ഷത്രക്കാർ, അതായത് അസുരഗണ നക്ഷത്രങ്ങൾ, ഇവർക്ക് പോലീസ്, പട്ടാളം അല്ലെങ്കിൽ IAS, IPS അങ്ങനെയുള്ള മേഖലകളിലൊക്കെ വളരെയധികം ശോഭിക്കാനായി സാധിക്കും. നിയമത്തിനെ അല്ലെങ്കിൽ നിയമം കൊണ്ട് മറ്റുള്ളവരെ നേരെയാക്കിയെടുക്കാനൊക്കെ ഇവർക്ക് ഭയങ്കര കഴിവാണ്. കുട്ടിക്കാലം മുതൽ തന്നെ ഈ 9 നക്ഷത്രക്കാരായ ആളുകൾ കുഞ്ഞുങ്ങളോടൊക്കെ ചോദിച്ചു നോക്കണം. അവർക്ക് അടിക്കാനും ഇടിക്കാനും ഇച്ചിരി മസിലൊക്കെ കാണിച്ച് നടക്കാനും അല്ലെങ്കിൽ ഇത്തിരി ആക്റ്റീവായിട്ട് നടക്കാനൊക്കെ ഇഷ്ടപ്പെടുന്നവരാണ്. രാഷ്ട്രീയത്തിലൊക്കെ വളരെയധികം ശോഭിക്കുന്നത്, അതായത് ക്യാമ്പസിലൊക്കെ പഠിക്കുമ്പോൾ തന്നെ രാഷ്ട്രീയത്തോടൊരു ഇഷ്ടമുള്ളവരൊക്കെ ആയിരിക്കും ഈ 9 നക്ഷത്രക്കാർ. എപ്പോഴും തലയുയർത്തി അല്ലെങ്കിൽ തലയെടുപ്പോടു കൂടി നിൽക്കുന്നവരാണ്. ഒരു കൊമ്പൻ്റെ അല്ലെങ്കിൽ ഒരു ഗജരാജിൻ്റെ കൂട്ട് വളരെയധികം ധൈര്യത്തോടെ നിൽക്കുന്നവരായിരിക്കും ഈ അസുര നക്ഷത്രക്കാർ. എങ്കിലും ചില സമയങ്ങളൊരു പേടിയും പമ്മലും ഒക്കെ വരാറുണ്ട്. അത് പ്രത്യേകിച്ച് ഒരു സ്ത്രീകളുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ അല്പം പമ്മലും പേടിയൊക്കെ ചില സമയങ്ങളിൽ വരുമെങ്കിലും ഇവരെ ഭൂരിഭാഗം അല്ലെങ്കിൽ ഇവരുടെ പൂർണ്ണമായിട്ടുള്ള ജീവിതം എടുത്തു കഴിഞ്ഞാൽ വളരെയധികം ധൈര്യമുള്ളവരാണ്. അതേപോലെ ദുഃഖങ്ങൾ വളരെ വലിയ തോതിൽ അനുഭവിക്കേണ്ടി വരുന്നവരല്ല ഇവർ. നമ്മുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ ഒരു അസുരഗണക്കാരെങ്കിലും ഉണ്ടാകേണ്ടത് അത്യാവശ്യമാണ്. കാരണം മനുഷ്യഗണങ്ങൾ അല്ലെങ്കിൽ മറ്റുള്ളവ ദേവഗണങ്ങൾ, ഇവർ നേരെ വാ നേരെ പോ എന്നുള്ള രീതിയിൽ പോകുന്നവരാണ്. അപ്പോൾ ഈ അസുരഗണക്കാരായ ആളുകൾ അല്പം വയലൻസ്, അല്പം ധൈര്യത്തോടെ അല്ലെങ്കിൽ അല്പം മസിൽ ഒക്കെ കാണിച്ചുള്ള പ്രവർത്തികൾ വേണമെങ്കിൽ ഈ അസുരഗണക്കാരായ ഒരാൾ വീട്ടിലുണ്ടാകേണ്ടതാണ്. ഏത് കാര്യങ്ങളും മറ്റുള്ളവർക്ക് ധൈര്യം പകർന്നു കൊടുക്കുവാനുള്ളൊരു കഴിവ് ഈ 9 നക്ഷത്രക്കാർക്ക് പ്രത്യേകമായിട്ടുണ്ട്. മറ്റുള്ളവരെ സ്വന്തം വഴികളിലൂടെ ചലിപ്പിക്കാനും സത്യത്തിൻ്റെ പാതയിലൂടെ കൊണ്ടുപോകുവാനും ഈ നക്ഷത്രക്കാർക്കുള്ള കഴിവ് എടുത്തു പറയേണ്ടതാണ്. അത് ചെറുപ്പം മുതൽ തന്നെ സ്കൂൾ കാലങ്ങളിൽ പഠിക്കുമ്പോൾ സ്കൂളിലെ ലീഡറൊക്കെ ആകാനൊക്കെ ഈ കുട്ടികൾക്കൊരു പ്രത്യേക കഴിവുണ്ട്. ഈ 9 നക്ഷത്രക്കാരായ ലീഡർഷിപ്പ് ക്വാളിറ്റി എന്ന് പറയാറുണ്ട്. അതിനെ വളർന്നു വരുന്നതിനനുസരിച്ച് അത് ഇവർക്കൊപ്പം വളർന്നുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് തന്നെ നേതൃത്വ പാഠവം ധാരാളം ഉള്ളവരായിരിക്കും ഈ 9 നക്ഷത്രക്കാർ. ഈ പറഞ്ഞ വീഡിയോ നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങളുടെ ജീവിതവുമായി നിങ്ങളൊന്ന് തട്ടിച്ച് നോക്കണം. ഇതിനെ പറഞ്ഞ എന്തെല്ലാം കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമായിട്ടുണ്ടെന്ന്. അതേപോലെ ഭൂരിഭാഗം ആളുകൾക്കും ധനത്തിന് കുറവ് വരുന്നവരായിരിക്കില്ല. ഇഷ്ടംപോലെ ധനമുണ്ടാകും. അഥവാ എന്തെങ്കിലും ഒരു പ്രയാസം ജീവിതത്തിൽ പെട്ടെന്ന് വന്നു ചേരുകയാണെങ്കിൽ പോലും പല വഴികളിൽ കയ്യിലേക്ക് ധനം വന്നെത്തുന്നവരായിരിക്കും. അതേപോലെ വിദേശ ധനസമ്പാദനത്തിന് ഭാഗ്യമുള്ളവരായിരിക്കും ഈ അസുരഗണ നക്ഷത്രക്കാരായിട്ടുള്ളവർ. കൂടാതെ മാതാവിനെ വളരെയധികം സ്നേഹിക്കുന്നവരാണ്. മാതാവിന് ഹാനിയുണ്ടാകുന്ന അല്ലെങ്കിൽ മാതാവിന് വിഷമം വരുന്ന ഒരു കാര്യങ്ങളും ഇക്കൂട്ടർ സഹിക്കുകയില്ല. അതേപോലെ തന്നെ സമൂഹത്തിൽ അംഗീകാരം ലഭിക്കുവാനും അല്ലെങ്കിൽ സമൂഹത്തിൽ മറ്റുള്ളവരുടെ മതിപ്പ് നേടിയെടുക്കാനും ഇവർക്ക് വളരെയധികം സാധിക്കുന്നതാണ്. ഉന്നതമായ പദവികളിൽ എത്തിച്ചേരാൻ ഭാഗ്യമുണ്ട്. വലിയ വലിയ പൊസിഷനുകളിലായിരിക്കും ഈ നക്ഷത്രക്കാരായ ആളുകൾ ജോലി ചെയ്യുന്നത്. അപ്പോൾ ഈ 9 നക്ഷത്രക്കാരുടെ ജീവിതം നിങ്ങളുടെ ഗൃഹത്തിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ, അതേപോലെ നിങ്ങൾക്ക് പരിചയത്തിൽ സുഹൃത്തുക്കളായിട്ടോ ബന്ധുക്കളായിട്ടോ ആരെങ്കിലും ഈ അസുരഗണ നക്ഷത്രങ്ങളുണ്ടെങ്കിൽ അവരുടെ ജീവിതവുമായി നിങ്ങളിതൊന്ന് തട്ടിച്ചു നോക്കുക. കാരണം ഇവരെങ്ങനെ പോയാലും ജീവിതത്തിൽ ഏറ്റവും വലിയ നിലയിൽ എത്തിച്ചേരും. പഠിക്കുന്ന സമയങ്ങളിൽ അല്പം ഉഴപ്പം അല്ലെങ്കിൽ അലസതയൊക്കെ ഉള്ളവരായിരുന്നാൽ പോലും പിന്നീടുള്ള സമയം ജീവിതത്തിൽ വളരെയധികം ശോഭിക്കുവാൻ ഇവർക്ക് സാധിക്കുന്നതാണ്. അതേപോലെ തന്നെ ഇവർ പെട്ടെന്ന് ആരെയും അങ്ങനെ അംഗീകരിക്കാറില്ല. അതായത് ജീവിതത്തിൽ എന്തെങ്കിലും കാര്യങ്ങൾ വന്നാൽ പോലും ആരെയും ഇവർ പെട്ടെന്ന് അങ്ങനെ അംഗീകരിച്ചോ അല്ലെങ്കിൽ മറ്റുള്ളവർ പറയുന്ന അഭിപ്രായങ്ങൾക്ക് പെട്ടെന്ന് അങ്ങനെ യെസ് വെച്ച് കൊടുക്കുന്നവരുമല്ല. ചെറുപ്പത്തിൽ തന്നെ തൻ്റേതായ അഭിപ്രായങ്ങൾ അത് മാതാപിതാക്കളുടെ അടുത്തായാലും അധ്യാപകരുടെ അടുത്തായാലും സമൂഹത്തിനോടായാലും തുറന്നു പറയാൻ മടി കാണിക്കാത്തവരാണ്. കാരണം ഇവർക്ക് വളരെ ധൈര്യമുണ്ട്. പക്ഷേ ചെറിയ ചെറിയ ചില സംഗതികൾക്ക് ഇവർക്ക് ഭയവും ഉണ്ടാകാറുണ്ട്. ചില ആശുപത്രിയിലൊക്കെ പോയാൽ നമ്മൾ പറയാറുണ്ട് സൂചി കാണുമ്പോൾ പേടിക്കുന്ന ഒരു പ്രകൃതി. അതേപോലെ ചെറിയ ചെറിയ ചില കാര്യങ്ങളോട് ഇവർക്ക് ഭയമുണ്ടെന്ന് ഒഴിച്ചാൽ വളരെയധികം ധൈര്യശാലികളാണ്. അതുകൊണ്ട് തന്നെ അഭിപ്രായങ്ങൾ പറയാൻ മുന്നും പിന്നും നോക്കാത്ത കൂട്ടരാണ്. അല്പം മസിൽ പവർ കാണിക്കേണ്ടടുത്ത് അങ്ങനെയും, അതേപോലെ മണി പവർ കാണിക്കേണ്ടടുത്തായാലും ധനം കൊണ്ട് വളരെയധികം ഉയർച്ചയും നേട്ടവും കീഴടക്കാൻ ഇവർക്ക് ഭാഗ്യമുണ്ട്. ഇതൊക്കെ ദൈവാധീനപരമായി ലഭിക്കുന്ന കാര്യങ്ങളാണ്. നിങ്ങളുടെ ജീവിതവുമായി പറഞ്ഞ കാര്യങ്ങളൊന്ന് തട്ടിച്ച് നോക്കുക. എന്തൊക്കെയാണ് ഇതിൽ ശരിയായിട്ടുള്ളത്, എന്തൊക്കെയാണ് ഇത് തെറ്റായിട്ടുള്ളത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കുന്നതാണ്. അതേപോലെ ഈ നക്ഷത്രക്കാർ ആരോടെങ്കിലും പിണങ്ങിക്കഴിഞ്ഞാൽ
പിന്നീട് ഇവരെ ഇണക്കിയെടുക്കാൻ വളരെ പ്രയാസമാണ്. ഇനി വർഷങ്ങൾ എത്ര കഴിഞ്ഞെന്ന് പറഞ്ഞാലും ഏറ്റവും അടുത്ത ബന്ധുക്കളാണെന്ന് പറഞ്ഞാലും അതൊരു കരടായി ഇവർ മനസ്സിലിങ്ങനെ കൊണ്ട് നടക്കാറുണ്ട്. പിന്നീട് പഴയ പോലെ ഒന്ന് പാച്ചപ്പായ അല്ലെങ്കിൽ പഴയ പോലെ ആ ഒരു സ്നേഹത്തിലേക്ക് എത്തിച്ചേരാൻ ഇവർക്ക് സാധിക്കുകയില്ല. അതുകൊണ്ട് തന്നെയാണ് മാതാപിതാക്കളോടായാലും അല്ലെങ്കിൽ ഭാര്യ ഭർത്തൃ ബന്ധത്തിന് ആ ബന്ധങ്ങളോടായാലും അല്ലെങ്കിൽ സഹോദരങ്ങളോടായാലും ചില വാക്കുകൾ ഇവരുടെ മനസ്സിലേക്ക് എത്തിച്ചേർന്നാൽ ആ വാക്കുകളിൽ പിടിച്ചു തൂങ്ങി നിൽക്കാറുണ്ട്. പിന്നീട് ആ വാക്കുകളെ മറന്ന് പഴയ സ്നേഹബന്ധത്തിലേക്ക് എത്താൻ ഒരു വിമുഖത കാണിക്കുന്നവരായിരിക്കും ഈ അസുരഗണ നക്ഷത്രക്കാരായ ഈ 9 കൂട്ടർ. മറ്റുള്ള നക്ഷത്രക്കാരെ അപേക്ഷിച്ച് നോക്കുമ്പോൾ സാമ്പത്തികമായി ഒരു നിലയിലെത്താനും എപ്പോഴും കയ്യിൽ ധനമുണ്ടാകുന്ന, അതായത് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുകൾ വരുമ്പോഴും ഇവരുടെ കയ്യിൽ എങ്ങനെയായാലും വട്ടച്ചിലവിനുള്ള കാശെങ്കിലും എവിടെ നിന്നെങ്കിലും എത്തിച്ചേരും. അങ്ങനെ ഒരു ഭാഗ്യമുണ്ട്. പക്ഷേ ഒരുപാട് തിരിച്ചടികൾ ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വന്ന ഒരു കൂട്ടർ കൂടിയായിരിക്കും ഈ അസുര ഗണനക്ഷത്രക്കാർ. പലപ്പോഴും ഈശ്വരൻ പോലും തുണയായില്ലാത്തൊരവസ്ഥ എന്ന് പറയാവുന്ന ചില അവസ്ഥകളിലൂടെയൊക്കെ കടന്നു പോയിട്ടുണ്ടാകേണ്ടി വരും ഈ കൂട്ടർക്ക്. എങ്കിലും അവസാനം ഭാഗ്യവും അല്ലെങ്കിൽ അവസാനം സത്യം ഏതാണ് എന്നത് തിരിച്ചറിയുമ്പോൾ നിങ്ങളുടെ ഭാഗത്ത് ശരിയൊക്കെ മറ്റുള്ളവർക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എങ്കിലും ഒരുപാട് വൈകിയിട്ടുണ്ടാകും. അതിൻ്റേതായ ചില വിഷമങ്ങൾ മനസ്സിലേക്ക് വരികയും ആ വിഷമത്തെ മറക്കാൻ ഒരുപാട് കാലതാമസമൊക്കെ എടുക്കേണ്ടി വരികയും ചെയ്യും ഈ നക്ഷത്രക്കാർക്ക്. അപ്പോൾ നിങ്ങൾ ഇതിൽ പെടുന്നവരാണോ എന്നൊക്കെ ഒന്ന് ചിന്തിച്ച് നോക്കുക. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം, വളരെയധികം ഭക്തി, അതായത് അസുര ഗണനക്ഷത്രക്കാർക്ക് ഭക്തിയുടെ കാര്യത്തിൽ ഇവരെ മാറ്റി നിർത്താൻ ആർക്കും സാധിക്കുകയില്ല. ഏത് ദേവനെയാണോ ദേവിയെയാണോ പ്രാർത്ഥിക്കുന്നത് ആ ദേവി ചൈതന്യത്തെ അല്ലെങ്കിൽ ആ ചൈതന്യത്തെ വളരെയധികം ആവാഹിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ടരാണിവർ. നമ്മൾ പറയാറുണ്ട് അസുരന്മാർ. അവർ നടത്തുന്ന പ്രാർത്ഥനകൾ, തപസ്സുകളൊക്കെ വളരെയധികം കാലങ്ങളോളം ഒറ്റക്കാലിൽ നിന്ന് തപസ് ചെയ്യാറുണ്ട് ഋഷിവര്യന്മാർ. അതായത് ഋഷിവര്യന്മാരാകട്ടെ അല്ലെങ്കിൽ ദേവഗണങ്ങളാകട്ടെ അല്ലെങ്കിൽ മനുഷ്യഗണക്കാരാകട്ടെ. ഇവിടെ എടുത്തു നോക്കുമ്പോൾ അസുരഗണങ്ങൾ പെടുന്ന ഈ 9 നക്ഷത്രക്കാർ ദൈവത്തെ പ്രാർത്ഥിക്കുന്നതെന്ന് വെച്ചാൽ അങ്ങേയറ്റം ഇവർ പ്രാർത്ഥിക്കാറുണ്ട്. അതേപോലെ ഫലങ്ങൾ കിട്ടുമാറുമുണ്ട്. പക്ഷേ ചില സമയങ്ങളിൽ ആഗ്രഹിക്കുന്ന ഫലങ്ങൾ കിട്ടുന്നതിന് വളരെയേറെ താമസം നേരിടേണ്ടി വരുന്ന ഒരു നക്ഷത്രക്കാർ കൂടിയാണ്. ഇവരുടെ മറ്റൊരു പ്രത്യേകത, ഇവരാരെയും അങ്ങനെ പെട്ടെന്ന് ഇഷ്ടപ്പെടാറില്ല. എന്നാൽ ആരെയെങ്കിലും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അവരുടെ കഴിവുകളെ വാനോളം പുകഴ്ത്തിക്കൊണ്ടേയിരിക്കും. അവരുടെ ചെറിയ ചെറിയ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ പോലും ഇവർ ശ്രദ്ധിക്കുകയും അതിനെ വാനോളം പുകഴ്ത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നവരാണ്. ഇവരുടെ ഇഷ്ടം ഏറ്റുവാങ്ങാനോ അല്ലെങ്കിൽ ഇവരുടെ മനസ്സിലേക്ക് മറ്റൊരാളുടെ ഇഷ്ടം വന്നു ചേരാനോ ഒക്കെ വളരെയധികം കാലതാമസം എടുക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഈ 9 നക്ഷത്രക്കാരായ ആളുകൾ ഈ വീഡിയോ കേട്ട് കഴിഞ്ഞിട്ട് നിങ്ങളുടെ ജീവിതവുമായി തുലനം ചെയ്ത് നോക്കുമ്പോൾ ഇതിൽ എത്രത്തോളം വാസ്തവം ഉണ്ട് എന്നതുകൂടി നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്. ദേഷ്യം വന്നു കഴിഞ്ഞാൽ പിടിച്ചാൽ കിട്ടില്ല. കൊമ്പനെ പോലെയാണ്, കൊലകൊമ്പൻ്റെ കൂട്ടാണ്. പിന്നെ ഏത് തമ്പുരാൻ്റെ മുന്നിലായാലും തൻ്റെ വാക്കുകൾ അവിടെ പറയുകയും അതിന് എന്താണ് വേണ്ടുന്ന കാര്യങ്ങൾ അത് വെട്ടൊന്ന് തുണ്ടം 2 എന്ന രീതിയിൽ കാര്യങ്ങൾ ചെയ്തു തീർക്കുന്നവരുമാണ്. ആരെയും ഭയമില്ലാത്ത ആളുകളാണ്. എങ്കിൽ പോലും ചിലപ്പം ചെറിയ ചെറിയ കാര്യങ്ങളിൽ ഇവർ ഭയം കാണിക്കാറുമുണ്ട്. പക്ഷേ ഇവരെ പൂർണ്ണമായി പറയുമ്പോൾ ഒട്ടും ഭയമില്ലാത്ത 9 നക്ഷത്രക്കാരെന്ന് കണ്ണുമടച്ച് നമുക്ക് പറയാവുന്നവരാണ് ഈ പറഞ്ഞിരിക്കുന്ന അസുരഗണ നക്ഷത്രങ്ങൾ. അപ്പോൾ നിങ്ങളുടെ ജീവിതവുമായി ഇതൊന്ന് തുലനം ചെയ്ത് നോക്കൂ. ഇതിൽ എത്രത്തോളം വാസ്തവമുണ്ട് ഈ പറഞ്ഞ കാര്യങ്ങൾ എന്നതുകൂടി മനസ്സിലാക്കൂ. നന്ദി.